ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പല ക്രാഫ്റ്റേഴ്സിൻ്റെയും വീഡിയോസിൽ ടേബിളിൽ ഇങ്ങനെ ഒരു ഡെക്കോറായിട്ട് കണ്ടിട്ടുണ്ട്, കുഞ്ഞ് മഷ്റൂം. എനിക്ക് ഓൾറെഡി മഷ്റൂംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ടേബിൾ ഡെക്കോറാക്കിയിട്ട് നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം അതൊന്ന് വേണമെന്ന്. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി, പക്ഷേ ഞാൻ അങ്ങനെ കണ്ടില്ല, ഒരു സൈറ്റിലും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒരെണ്ണം മേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി കയ്യിൽ ക്ലേ കുറച്ച് ഒരു അധികം പഴക്കമുള്ളതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാനൊക്കെ നല്ലത് അങ്ങനത്തെ ക്ലേ ആണല്ലോ, നമുക്ക് വേസ്റ്റ് ആയാലും സങ്കടമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മേക്ക് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ മാഷാഅല്ലാഹ് സക്സസ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ക്യൂട്ട് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിങ്ങനെ ഉണ്ടാക്കി നോക്കാം. ക്ലേ ആദ്യം ഇത് കുറച്ചധികം പഴക്കമുള്ള ക്ലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു. അത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര സോഫ്റ്റ് ആക്കിയിട്ടും അത് ഫിനിഷിങ് ആ ഒരു ഷേപ്പാക്കി എടുത്തപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ക്രാക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പെയിൻറ്റിങ് ബ്രഷിൽ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് അതൊന്ന് ഈവനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ക്ലേ ആണെന്നുണ്ടെങ്കിൽ ആ ക്രാക്കൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. സിമ്പിളായിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു ക്ലേൻ്റെ ഷേപ്പ് അതൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷേപ്പൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പിൻട്രസ്റ്റിലൊക്കെ പോയിട്ട് നല്ലൊരു ക്ലേ മഷ്റൂം എന്ന് അടിച്ചാൽ നല്ല ഫോട്ടോ വരും. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കണ്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നല്ല മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിമ്പിളാണ്, കാരണം മഷ്റൂമിൻ്റെ ആ ഒരു സ്റ്റെമ്മും അതിൻ്റെ മേലുള്ള ഒരു അംബ്രല്ല പോലത്തെ ഒരു പോർഷനും ഒക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാനതൊരു 1 ഡേ ഫുള്ള് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന് മേക്ക് ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ ആണ് ഞാനത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം. അക്രലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേൽഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ്, നല്ല പ്യുർ ക്രിംസൺ റെഡ് അങ്ങനെ എന്തോനാണ് അതിൻ്റെ പേര് വരുന്നത്. കറക്റ്റ് എനിക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ആ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റെം പോലത്തെ ഭാഗത്തിന് ഞാനൊരു ബേബി പിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ബേബി പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള ഒരു റെഡ് കുറച്ച് ബ്രഷിൻ്റെ അറ്റത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വൈറ്റ്, കുറച്ച് അധികം വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിന് ആ ഒരു സ്റ്റെം പോർഷനും മൊത്തത്തിൽ ബേബി പിങ്ക് ഷെയ്ഡിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വന്നപ്പോൾ ആ ഒരു ബേബി പിങ്ക് അത്ര കണ്ട് സ്യൂട്ടായിട്ട് തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മേ ബി 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചായ ഒന്നുകൂടി മാറും. കാരണം എൻ്റെ മൂഡ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റുകളും മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ഞാനവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. എങ്കിലും ചിലപ്പോൾ എനിക്കതൊന്ന് ചായ മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ വീണ്ടും അതിൻ്റെ മേലെ വേറെ അക്രിലിക് പെയിൻറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാർണിഷ് അടിക്കാണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കാരണം വാർണിഷ് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വാർണിഷൊക്കെ അടിക്കാം, അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആദ്യം വാർണിഷ് അടിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.